തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ഇന്ന് ചിങ്ങം 1. മലയാളികൾ ഒന്നടങ്കം കർഷക ദിനം ആചരിക്കുന്നു. ഈ ദിനത്തിൽ ഏറെ സവിശേഷതയുള്ള ഒരു വ്യക്തിയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. പുതിയ തലമുറ മൊബൈൽ ഫോണിൽ തളച്ചിടപ്പെടുമ്പോൾ അതിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തമായി ആട് ഫാമും പശുഫാമും നടത്തുന്ന ഒരു കുട്ടി ക്ഷീര കർഷകനെ. കൊടിഞ്ഞി തിരുത്തി സ്വദേശിയായ 12ാം ക്ലാസ്സുകാരനാണ് ചെറുപ്പം മുതൽ തുടങ്ങിയ ആഗ്രഹം 8ാം ക്ലാസ്സോടെ ഒരാടിൽ നിന്ന് തുടങ്ങി 15ഓളം ആടുകൾ സ്വന്തമായുള്ള ഒരു ഫാം ഉടമയായി മാറിയിരിക്കുന്നത്. കൊടിഞ്ഞി തിരുത്തി മറ്റത്ത് അബ്ദുസമദിൻ്റെയും ക്ഷീരകർഷകയായ ഷെരീഫയുടെയും മകനായ ഫൈസാനാണ് ആ കൊച്ചു ക്ഷീരകർഷകൻ. ഇന്നത്തെ തലമുറ മൊബൈൽ ഫോണിൽ അടിമപ്പെടുന്ന കാലത്താണ് ഫൈസാൻ വ്യത്യസ്തനാകുന്നത്. കുട്ടിക്കാലം മുതൽ ആടിനെ വളർത്താനുള്ള മോഹം വീട്ടിൽ പറഞ്ഞപ്പോൾ അത് തമാശയായാണ് വീട്ടുകാർ ആദ്യം കണ്ടത്. എന്നാൽ 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ആടിനു വേണ്ടി വാശി പിടിച്ചപ്പോൾ തൻ്റെ ആഗ്രഹത്തിൻ്റെ ആദ്യപടി അവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഉമ്മയുടെ ജ്യേഷ്ഠത്തി 5000 രൂപ നൽകി. കൂടാതെ പ്രവാസിയായ പിതാവ് സമദും തൻ്റെ മകൻ്റെ സ്വപ്നത്തിന് ചിറക് വിടർത്തി 5000 രൂപയും, കോവിഡ് കാലത്ത് ജോലി ചെയ്ത് ലഭിച്ച തുകയും, സഹോദരൻ്റെ വക ഒരു തുകയും, ഒപ്പം മാതാവിൻ്റെ പിന്തുണയും കൂടെ ആയപ്പോൾ ആദ്യത്തെ ആടിനെ വാങ്ങി. പിന്നീട് ഇങ്ങോട്ട് ആ ആടിൽ നിന്നും വരുമാനമടക്കം ലഭിക്കുകയും 15ഓളം ആടുകൾ വരെ എത്തുകയും ചെയ്തു. ഞാൻ ജനിച്ച കാലം മുതലേ ഉമ്മ കർഷകയാണ്. ഞാൻ ജനിച്ചപ്പോൾ ഉമ്മ ഫാമിലേക്ക് പോകുമ്പോൾ അവിടെ കൊണ്ടുപോവുകയും അവിടുത്തെ പശുക്കളെയും പശുക്കുട്ടികളെയൊക്കെ കണ്ട് അങ്ങനെ ആഗ്രഹം വരികയും ഉമ്മക്ക് പിന്നെ ഒരു ചെറിയൊരു ആടുണ്ടായിരുന്നു. പെങ്ങൾ പ്രസവിച്ചപ്പോൾ പാലിന് വേണ്ടിയിട്ട് ഉമ്മ ഒരു ആടിനെ വാങ്ങിയിരുന്നു. അങ്ങനെ ആടിനെ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ആട് പെറ്റു. അങ്ങനെ ഇഷ്ടമായി. അങ്ങനെ ആട് വിറ്റപ്പോൾ ഭയങ്കര സങ്കടമായി. അങ്ങനെ പിന്നെ ഉമ്മയുടെ അന്നേ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ആടിനെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സ്കൂളിൽ ക്വാറൻറ്റൈൻ്റെ സമയത്ത് ഉമ്മാൻ്റെ ഒരു ചമ്മാട് ബസ് സ്റ്റാൻഡിലൊരു മാർക്കറ്റിലുള്ളൊരു കട ഉണ്ടായിരുന്നു മിൽക്കിൻ്റെ. അവിടെ നിന്ന് 2-2.5 കൊല്ലം നമുക്ക് ലോക്ക്ഡൗൺ ആയല്ലോ. അപ്പോൾ അവിടുന്ന് കിട്ടിയ സമ്പാദ്യവും പിന്നെ വാപ്പാനോട് പറഞ്ഞപ്പോൾ വാപ്പ ഒരു 5000 രൂപയും പിന്നെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൽ 5000 രൂപയും അങ്ങനെ തന്ന് നമ്മൾ കുടുംബക്കാരുടെ വീട്ടിൽ നിന്ന് ഒരു 2 ആടിനെ വാങ്ങി തുടങ്ങി. പിന്നെ അതൊരു വലിയൊരു ഫാമിലേക്ക് ഉയർന്നു. വീട്ടിൽ ആദ്യം എല്ലാവരും സപ്പോർട്ട് തന്നെ ആയിരുന്നു. ഉമ്മാൻ്റെ ഭാഗത്തു നിന്നായാലും ജ്യേഷ്ഠൻ്റെ ഭാഗത്തു നിന്നായാലും ഉപ്പാൻ്റെ ഭാഗത്തു നിന്നായാലും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ഷെരീഫയുടെ പ്രൊഫഷൻ. എന്നാൽ കാർഷിക കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചെത്തിയപ്പോൾ പതുക്കെ കാർഷിക മേഖലയോട് താല്പര്യം തോന്നി. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാലിയേറ്റീവ് ആയപ്പോൾ കീമോ ചെയ്ത കുട്ടിയെ കണ്ടതിനെ തുടർന്നും ആ കുട്ടിക്കുണ്ടായ അനുഭവം അറിഞ്ഞതിനെ തുടർന്നും ക്ഷീരകർഷക മേഖലയിലേക്ക് തിരിയുകയായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു കർഷകയായിരുന്നില്ല. എൻ്റെ പ്രൊഫഷൻ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു. ഒരു കാർഷിക കുടുംബത്തിലേക്കാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നത്. അന്ന് എനിക്ക് അവരെ വീട്ടിൽ പശു, നെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിമക്കൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് മെഡിക്കൽ കോളേജിലുള്ള പാലിയേറ്റീവ് വളണ്ടിയറായി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കീമോ ചെയ്ത ഒരു കുട്ടീനെ കണ്ടപ്പോൾ അതിൽ നിന്ന് എന്താണ് ഇങ്ങനെ അസുഖങ്ങൾ വരാൻ, ഇത്ര ചെറുപ്പത്തിൽ അസുഖങ്ങൾ വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിലുള്ള വിഷബാധയാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പച്ചക്കറിയിലൂടെ വരുന്ന വിഷമയമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലെത്തും. അതിൽ നിന്നും ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അത് ഉണ്ടാവും എന്നറിഞ്ഞതിൽ നിന്നൊരു തിരിച്ചറിവാണ് എന്നെ കൃഷി എന്ന ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ കാരണം. ഞാനത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മക്കൾക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഇവർക്ക് പ്രത്യേകിച്ചും എൻ്റെ 3 മക്കളും അതിന് നല്ല ജോയിൻ്റായി. അവരെ വാപ്പയാണ് ഇതിൻ്റെ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എല്ലാവരും ഫോണിലിരുന്ന് കളിക്കുന്ന സമയത്ത് ഇവർ ഫോൺ കളിക്കാനില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് ഫോണുണ്ട്. പക്ഷേ എല്ലാ ജോലി തിരക്കും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ ഫോണ് എടുക്കുള്ളൂ. പിന്നെ മൂത്തവനെ പോലല്ല, ഇവന് കളിയും കൂടെ ഉണ്ട് കൂട്ടത്തിൽ. ഫുട്ബോൾ കളിക്കാൻ പോകും, ടർഫ് പോവും, കായിക കലാമേളകളിലൊക്കെ പങ്കെടുക്കും. ഒപ്പം ഇതും ചെയ്യും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവന് ആദ്യം എണീറ്റിട്ട് നേരെ വരൽ ഭക്ഷണം കഴിക്കാനല്ല, കൂടിൽക്ക വരിക. ആട്ടുംകൂടും പശുവിൻ്റെ തൊഴുത്തിൽക്കും പോയി ചാണകം വാരുക, അതിനെ കറക്കുക, അറ്റകൾക്ക് തിന്നാൻ കൊടുക്കുക, അങ്ങനത്തെ ഇതിൽക്ക വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നിർബന്ധപൂർവ്വം നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല. അവർ സ്വയം താല്പര്യം എടുത്ത് വന്നതുകൊണ്ട് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രം. അതല്ലാതെ കുറച്ച് കോഴികളുണ്ട്. കോഴികളെ വികസിപ്പിക്കാൻ നമുക്ക് കോഴിക്കൂടും കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇതുപോലെ
അതുകൊണ്ട് നിലവിലുള്ള നാടൻ കോഴികൾ അങ്ങനെ സാധാരണ രീതിയിൽ കൂട്ടിലിട്ട് വളർത്തുകയാണ്. പിന്നെ കുറച്ച് അരയന്നം, ഗൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പശുവുണ്ട്. പാലുൽപ്പന്നങ്ങളായിട്ട് വിവിധ പ്രോഡക്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്യാനൊക്കെ ഇവരൊക്കെ കൂടെ കൂടും. രാത്രി ഏറെ വൈകിയാലും നമ്മളൊപ്പം എല്ലാ കാര്യങ്ങളും ഇരുന്ന് ചെയ്യും. കോപ്പറേറ്റീവ് ചെയ്യുന്ന മക്കളാണ് 3 ആൾ. മൂത്തവനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. മാർക്കറ്റ് ചെയ്യാനും ആളുകളെടുത്ത് ഈ കാര്യം അഡ്വർടൈസ് ചെയ്യാനും ഒക്കെ അവനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ഓറിയന്റൽ സ്കൂളിലാണ് ഫൈസാൻ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. അവിടെ നിന്നും അധ്യാപകരുടെ വലിയ പിന്തുണയും ഫൈസാന് കൂടുതൽ പ്രചോദനമായി. കൂടാതെ സഹോദരൻ ഫായിസ് ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ആൾക്കുമുണ്ട് ഒരു കാളപ്പൂട്ടിനും മറ്റും പോകുന്നതാണ് സഹോദരൻ്റെ വിനോദം. കൂടാതെ സഹോദരി മെഹ്റിനെ കോഴി വളർത്തലിനാണ് താല്പര്യം. ഇത്തരത്തിൽ ഒരു മാതൃക ക്ഷീര കർഷക കുടുംബം തന്നെയാണ് ഫൈസാൻ്റേത്. ഇനി ആട് വളർത്തലും പശുഫാമും ഒന്നുകൂടി വിപുലപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം. നിലവിൽ SSM HSS തെയ്യാലങ്ങലിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് ഫൈസാൻ. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.